വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള പാർട്ട് ബി തിയറി പാർട്സ് ആണ്. അതുപോലെ തന്നെ പ്രോബ്ലം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ഓഫ് സിറ്റി. അപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. 12 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സാണ് വാട്ടർ കൺസപ്ഷനെ എഫക്റ്റ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മൊഡ്യൂൾ 1 ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ മെത്തേഡ്സാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ഇൻ സിറ്റിയിൽ പറയുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡ് അരിത്തമെറ്റിക് മീൻ മെത്തേഡാണ്. അരിത്തമെറ്റിക് മീൻ മെത്തേഡ് ഈ മീൻ മെത്തേഡിൻ്റെ തന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലവും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിൽ നോക്കേണ്ട അല്ലെങ്കിൽ ഇതിൽ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രോബ്ലമൊന്നും അല്ല, പ്യുവർ തിയറി ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ മെത്തേഡ് എന്ന് പറയുമ്പം ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഓൾഡ് ഡെവലപ്ഡ് സിറ്റീസിലാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി അതിൻ്റെ സാച്ചുറേഷൻ പോയിൻറ്റ്സ് റീച്ച് ആവുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ അരിത്തമെറ്റിക് മീൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ 2019, 2020, 2021, 22 ഇതിൽ 19 പോപ്പുലേഷൻ 15,000, 20 ആകുമ്പോൾ അത് 17,000 ആയി. അതുപോലെ 2021 ഒരു 90,000 ആയെന്ന് വിചാരിക്കുക. ദെൻ 21 ഇത് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ വരാം. എങ്കിലും അരിത്തമെറ്റിക് മീൻ മെത്തേഡിലെന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് കോൺസ്റ്റൻ്റ് ആണെന്ന് കാണിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. രണ്ടിൻ്റെ ഒന്ന് ഡിഫറൻസ് എടുത്ത് നോക്കി, 2000 അല്ലേ വരുന്നത്. അത് എല്ലാം ഈക്വലായിട്ട് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമുക്കവിടെ ആ ഇയേഴ്സിനിടയിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി അരിത്തമെറ്റിക് മീൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിനൊരു ഫോർമുലയുണ്ട്. Pn = P0 + N(x)ബാർ. ഇതിൽ ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം, കാരണം പ്രോബ്ലം വരാം. അരിത്തമെറ്റിക്, ജോമെട്രിക്കൽ, ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്, ഈ മൂന്നിൻ്റെയും പ്രോബ്ലം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഓക്കെ, Pn എന്ന് പറയുമ്പോൾ Pn = പോപ്പുലേഷൻ ആഫ്റ്റർ n decades ആണേ. പോപ്പുലേഷൻ ആഫ്റ്റർ n decades. നെക്സ്റ്റ് P0 ആണ് പറയുന്നത്. P0 എന്ന് പറയുമ്പം ഇനിഷ്യൽ പോപ്പുലേഷൻ ആണ്. P0 ഇനിഷ്യൽ പോപ്പുലേഷൻ, അത് ലാസ്റ്റ് സെൻസസ് ബേസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അടുത്ത N ആണ്. N എന്ന് പറയുമ്പം നമ്പർ ഓഫ് ഡെക്കേഡ്സ് ആണ്. നമ്പർ ഓഫ് ഡെക്കേഡ്സ് ബിറ്റ്വീൻ നൗ ആൻഡ് ഫ്യൂച്ചർ. ദെൻ ഇനി അതിൽ നമുക്ക് നോക്കാനുള്ള X ബാർ ആണ്. X ബാർ എന്ന് പറയുമ്പോൾ ആവറേജ് പോപ്പുലേഷൻ ഇൻക്രിമെൻറ്റ്. ഇത്രയാണെങ്കിലും നമ്മൾ അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ മിനിമം എഴുതിയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന ജോമെട്രിക്കൽ മെത്തേഡാണ്. രണ്ടാമത്തേത് ജോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിലെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്ന യങ് ആൻഡ് റാപ്പിഡ് സിറ്റീസിലാണ് യൂസ് ചെയ്യുന്നത്. യങ് ആൻഡ് റാപ്പിഡ് സിറ്റീസ് അല്ലെങ്കിൽ റാപ്പിഡ്ലി ഡെവലപ്പിംഗ് സിറ്റീസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ എടുക്കുന്ന സമയത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടല്ല വാല്യൂസ് വരുന്നത്. സോ ചിലപ്പോൾ ആദ്യത്തെ വാല്യൂ ഡിഫറൻസ് വരുന്ന 2000 ആണെങ്കിൽ അടുത്ത വാല്യൂ ഡിഫറൻസ് വരുന്ന 3000, പിന്നെ 5000 ഒക്കെ ആയിട്ട് മാറിയും തിരിഞ്ഞുമൊക്കെ വരും. ഇനി ഇതിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്ന Pn = P0 × 1 + x/100⁴n. ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇതിലൊരു എക്സ്പൊണൻഷ്യലി ആയിട്ടുള്ളൊരു ഇൻക്രീസിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം മെയിനായിട്ട് അറിയേണ്ട യങ് ആൻഡ് റാപ്പിഡ് സിറ്റീസിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നതെന്ന് പറയുമ്പം ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡാണ്. മൂന്നാമത് പറയുന്നത് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ്. അപ്പോൾ ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇതിൽ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇൻക്രീസ് ചെയ്തുകൊണ്ടേ പോകുന്നു. അങ്ങനെയല്ല, ഇൻക്രീസ് ചെയ്യും, ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഡൗൺ ഉണ്ടാവും, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രിമെൻ്റൽ ആയിട്ട് തന്നെ അവിടെ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ അതിൽ കാണിക്കും. എന്നുവെച്ചാൽ ഇടയ്ക്കൊരു ഡൗൺ അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡിൽ പറയുന്നത്. അതിനും ഒരു ഇക്വേഷൻ ഉണ്ട്. Pn = P0 + Nx + N × n-1/2y. ഇതാണ് ഇൻക്രിമെൻ്റൽ ഇൻക്രീസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ. ഇതല്ലാതെ തന്നെ അടുത്ത് പറയുന്നൊരു മെത്തേഡാണ് ഡിക്രീസിങ്
റേറ്റ് മെത്തേഡ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഡിക്രീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗ്രാഫിക്കൽ. ഇതിപ്പം സിമ്പിളായിട്ട് പറഞ്ഞുകൊണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊള്ളണം. സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ്. സിമ്പിൾ ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാഫിക്കൽ ബേസിസിൽ എന്ന് വെച്ചാൽ ഡേറ്റാസൊക്കെ യൂസ് ചെയ്തപ്പോൾ പോപ്പുലേഷനും ടൈം ഇൻ ഇയേഴ്സൊക്കെ വച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ആ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്കൽ കർവ് എന്ന് പറയുന്നത്. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് പോപ്പുലേഷനും അതുപോലെ എക്സ് ആക്സിസിൽ എഴുതിയിരിക്കുന്ന ടൈം ഇൻ ഇയേഴ്സിലാണ്. അപ്പോൾ ഇതിലെനിക്ക് ഡേറ്റാസൊക്കെ വെച്ച് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫ് വരും. ഈ ഗ്രാഫിനെയാണ് ഞാൻ പറയുന്നത് ലോജിസ്റ്റിക് ഗ്രാഫ്. ലോജിസ്റ്റിക് കർവ്, ഗ്രാഫല്ല ലോജിസ്റ്റിക് കർവ്. അപ്പോൾ ഒരു ഗ്രാഫ് പോപ്പുലേഷനും ടൈമും വെച്ച് നമ്മൾ എന്നുവെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് പോപ്പുലേഷനും ടൈമും യൂസ് ചെയ്ത് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. സോ ആ പ്ലോട്ട് ചെയ്ത ഗ്രാഫിനെയാണ്, ഗ്രാഫിലുള്ള ആ ഒരു ലൈനില്ലേ നമ്മുടെ ഗ്രാഫിൽ വരയ്ക്കുന്നത്, അതിനെയാണ്, ആ ഒരു കർവിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് അത്ര ആക്യുറേറ്റഡ് ആയിട്ടുള്ള മെത്തേഡൊന്നുമല്ല, ലെസ് ആക്യുറേറ്റഡ് ആണ്. അടുത്തൊരു മെത്തേഡ് പറയുന്നത് കമ്പാരിറ്റീവ് മെത്തേഡ്. മിനിമം ഇത്രയും മെത്തേഡെങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. കമ്പാരിറ്റീവ്, കാരണം മാർക്ക് കൂടെ നോക്കിയിട്ട് വേണം എഴുതാൻ. കമ്പാരിറ്റീവ് മെത്തേഡ്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പം ഏതെങ്കിലും രണ്ട് സിറ്റീസിനെ കമ്പയർ ചെയ്ത് നമ്മൾ അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതിനെ, നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതിനെയാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ദ സിറ്റി അണ്ടർ കൺസിഡറേഷൻ ഈസ് കമ്പയർഡ് വിത്ത് അനദർ സിറ്റി ഡെവലപ്ഡ് റീസെൻ്റ്ലി ഇൻ ദി പാസ്റ്റ്. It is based on a logical background. Very precise and reliable information can be obtained by this method. ഇതാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിനിമം ഇത്രയും മെത്തേഡെങ്കിലും എഴുതിയിരിക്കണം. ഇത്രയും മെത്തേഡ് മാത്രമല്ല ഉള്ളത്, എങ്കിലും 12 മാർക്കിനല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഇതൊന്ന് എഴുതുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് വാട്ടർ കൺസപ്ഷനെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. സോ വാട്ടർ കൺസപ്ഷനെ എഫക്റ്റ് ചെയ്യാൻ അവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷന് പറ്റും. അതുപോലെ തന്നെ ഈ പീപ്പിൾസിൻ്റെ ജനറൽ ഹാബിറ്റ്സ്, അതുപോലെ വാട്ടറിൻ്റെ ക്വാളിറ്റി, പിന്നെയുള്ളത് ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ടൈപ്സ് ഓഫ് സിസ്റ്റം, കാരണം കണ്ടിന്യൂസ് ആണോ ഇൻ്റർമീഡിയൻ്റ് ആണോ എന്നുള്ളത് ബേസ് ചെയ്തിട്ട് നമുക്ക് കൺസപ്ഷനിൽ വ്യത്യാസം വരും. അതുപോലെ നമ്മൾ എടുക്കുന്ന പ്രഷർ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലുള്ള പ്രഷർ ഒരു പ്രശ്നമാണ്. പിന്നെ അവിടെ ഉണ്ടാകുന്ന ലീക്കേജ്, അതുപോലെ തന്നെ നമ്മുടെ മീറ്റർ റീഡിങ്, ഇതെല്ലാം തന്നെ വാട്ടർ കൺസപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ 2 മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ അതനുസരിച്ച് എഴുതാം. അടുത്ത് ഇതിൻ്റെ തന്നെ ഓറ് ചോദിച്ചേക്കുന്നത് എക്സ്പ്ലെയിൻ ദ ടേം ഡിസൈൻ പീരീഡ് ഫോർ എ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അത് ചോദിച്ചിരിക്കുന്ന 4 മാർക്കിനാണ്. വേറൊന്നുമല്ല, ഡിസൈൻ പീരീഡിനെ കുറിച്ചൊന്ന് പറയണം. അപ്പോൾ ഒരു ആവറേജ് ഫ്യൂച്ചർ ടൈം പീരീഡ്സ് ഫോർ വിച്ച് പ്രൊവിഷൻ ഈസ് മെയ്ഡ് ബൈ വാട്ടർ സപ്ലൈ സ്കീം, ദാറ്റ് ഈസ് ഡിസൈൻ പീരീഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഏതൊരു സാധനം സെറ്റ് ചെയ്താലും ഏതൊരു കൺസ്ട്രക്ഷൻ ചെയ്താലും ശരി, നമുക്ക് അവിടെ ഒരു ഡിസൈൻ പീരീഡ് കൂടെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഡാമാണ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഡാം ചെയ്യുവാണെങ്കിൽ ഡാമിനൊരു ഡിസൈൻ പീരീഡ് ഉണ്ട് 50 years. അതുപോലെ തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണെങ്കിൽ ഒരു 20 to 30 years പറയുന്നുണ്ട്. ഇനി വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ 15 വർഷമാണ് പറയുന്നത്. പമ്പാണെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്തായാലും വേണമല്ലോ ഇതൊക്കെ, പമ്പാണെങ്കിലും 15 വർഷമാണ്. അതുപോലെ പൈപ്പ്, വെറും പൈപ്പല്ല, മെയിൻ കൺവെയൻസ് പൈപ്പാണ് പറയുന്നത്. ആ പൈപ്പ് ഒരു 20 to 30 years ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ഈ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക. ഡാം ഒരു 50 years ആണ്. അതുപോലെ തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് 20 to 30 years, വാട്ടർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് 15 വർഷമാണ്, പമ്പ് 15 വർഷം, മെയിൻ കൺവെയൻസ് പൈപ്പ് 20 to 30 years. അപ്പം ഏതൊരു സ്ട്രക്ചർ ചെയ്താലും അതിനൊരു ഡിസൈൻ പീരീഡ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ആൻഡ് ആവറേജ് ഫ്യൂച്ചർ ടൈം പീരീഡ് ഫോർ വിച്ച് പ്രൊവിഷൻ ഈസ് മെയ്ഡ് ബൈ വാട്ടർ സപ്ലൈ സ്കീം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ തന്നെ സബിൽ വരുന്നതാണ്, 10 marks ആണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോ വാട്ടർ ഇൻടാക്ക് വിത്ത് സ്കെച്ചസ്. റോ വാട്ടർ ഇൻടാക്കിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ റോ വാട്ടർ ഇൻടേക്സ് എന്ന് പറയുമ്പോൾ ടൈപ്സ് എന്ന് പറഞ്ഞാൽ റോ വാട്ടർ ഇൻടേക്കിന് തന്നെ സർഫസ് വാട്ടർ ഇൻടേക്ക് ഉണ്ട്, സബ് സർഫസ് വാട്ടർ ഉണ്ട്, ഇൻടേക്ക് ടവർ ഉണ്ട്. അതുപോലെ നമ്മൾ സോഴ്സസ് ബേസ് ചെയ്തിട്ടാണ് ഇൻടേക്ക് പറയുന്നത്. റോ വാട്ടർ ഇൻടേക്ക് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് കളക്ടിങ് വാട്ടർ ഫ്രം നാച്ചുറൽ സോഴ്സ് സച്ച് ആസ് റിവർ ആൻഡ് റിസർവോയർ എക്സെട്ര.
അതുപോലെ തന്നെ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ഇനി ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഓൾറെഡി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഒക്കെ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഇൻടേക്ക് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പം എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഡാമിൽ നിന്ന് വെള്ളം എടുക്കുന്ന റിസർവോയറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അത് എടുക്കുന്നത് ആരാണ്? ഇൻടേക്കാണ്. അപ്പോൾ ഇൻടേക്കിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഓരോ ടൈപ്സ് നമ്മൾ പറയുന്നതേ ഉള്ളൂ, റോ വാട്ടർ ബേസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇതിന് യുണീക്കായിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ടർബിഡിറ്റി, pH, ഹാർഡ്നെസ്, ഇതെല്ലാം തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഇൻടേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു വിഡ്രോ വാട്ടർ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ആസ് ഫോർ ദി പോസിബിൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻടേക്ക് ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഷുഡ് ബി മിനിമം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻടേക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും വച്ചേക്കുന്നത് ഒരു മിനിമം ഡിസ്റ്റൻസിലായിരിക്കണം. അതുപോലെ ഒരു പ്യുവറർ സോൺ ഓഫ് റിവറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻടേക്ക് വയ്ക്കേണ്ടത്. അതുപോലെ നാവിഗേഷണൽ ചാനലിലൊന്നും ഇൻടേക്ക് വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ റിവറിൻ്റെ അപ്സ്ട്രീം സൈഡിൽ ലൊക്കേറ്റ് ചെയ്താൽ അത്രയും ബെറ്ററാണ്. പിന്നെയുള്ളതെന്ന് പറയുമ്പം ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏരിയ നമ്മൾ ഈസി ആയിട്ട് വാട്ടർ ഈ ഡ്രൈ സീസണിൽ എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് ഈസി ആയിട്ട് വെള്ളം വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഏരിയയിലായിരിക്കണം നമ്മൾ ഇൻടേക്ക് വയ്ക്കേണ്ടത്. വാട്ടർ ലോക്ക്ഡ് ഏരിയയിൽ നമ്മൾ വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫിഗേഴ്സ് കൂടെ ഒന്ന് വരയ്ക്കുക. ഫിഗേഴ്സ് ഓരോ ഇൻടേക്കിനും ഓരോന്നാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വരയ്ക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ 1-2 കാണിക്കാം. ഇതിപ്പോൾ കാണിച്ചേക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻടേക്കിൻ്റെ ടൈപ്സിൻ്റെ ഒരു നോട്ടാണ്. വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന റോ വാട്ടറിൻ്റെയാണ്, എങ്കിലും ഇതിന് യൂസ്ഡ് ആണ്. സബ്മേഴ്സ്ഡ് ഇൻടേക്ക്, എക്സ്പോസ്ഡ്, വെറ്റ്, ഡ്രൈ, റിവർ ഇൻടേക്ക്, റിസർവോയർ, ലേക്ക്, കനാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഫിഗർ റിസർവോയറിൻ്റെ എഴുതാം, നിങ്ങൾക്ക് കനാലിൻ്റെ എഴുതാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റിലിംഗ് ഇൻ സെഡിമെൻറ്റേഷൻ. സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നടക്കുന്ന ഡിഫറെൻറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റിൽമെൻറ്റ്. ആ ടൈപ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് എന്തൊക്കെയാണ് സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഫസ്റ്റ് യൂണിറ്റ് പ്രോസസ്സ് എംപ്ലോയിഡ് ഇൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതും പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. ഈ സെഡിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ട് സസ്പെൻഡ് പാർട്ടിക്കിൾസ് സെറ്റിലാവുന്ന പ്രോസസ്സാണ് സെഡിമെൻറ്റേഷനിൽ നടക്കുന്നത്. സെഡിമെൻറ്റേഷൻ ടാങ്ക് മെയിൻലി 2 ടൈപ്സ് ആണ്. ഫിലാൻട്രോ ഉണ്ട്, കണ്ടിന്യൂസ് ടൈപ്പും ഉണ്ട്. ഈ കണ്ടിന്യൂസ് ടൈപ്പാണ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, ഹൊറിസോണ്ടൽ ഫ്ലോ റെക്ടാങ്കുലർ ടാങ്കും റേഡിയൽ ഫ്ലോ സർക്കുലർ ടാങ്കും. ഇനി അതുപോലെ തന്നെ സെഡിമെൻറ്റേഷൻ ടാങ്കിലെ വർക്കിങ്ങിലെന്ന് പറയുമ്പോൾ സ്റ്റോക്സ് ലോ ബേസ് ചെയ്തിട്ടാണ് നമുക്കവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ സെഡിമെൻറ്റേഷനിലുള്ള ആ ഡിസൈൻ പാരാമീറ്റേഴ്സിൽ വരുന്ന വോളിയം, സർഫസ് ഫ്ലോ അല്ലെങ്കിൽ ഓവർഫ്ലോ വെലോസിറ്റി, ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ് അല്ലെങ്കിൽ ഓവർഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് നോക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ഡിറ്റൻഷൻ ടൈമിൻ്റെയും ഇക്വേഷൻസ് നോക്കുക, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കിയിരിക്കുക. ഇനി അതുപോലെ ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ടൈപ്സ് ഓഫ് സെറ്റിലിംഗ് ഇൻ സെഡിമെൻറ്റേഷൻ ടാങ്കാണ്. എന്തൊക്കെയാണ് ആ ഒരു സെറ്റിലിംഗ് ടാങ്കിൽ വരുന്ന സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ സെറ്റിലിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റിലിംഗ്. So sedimentation tank, there are 4 main types of settling: discrete particle settling, flocculent settling, hindered settling and compression settling ആണ് വരുന്നത്. അതിൽ തന്നെ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ സെറ്റിലിംഗ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ സെറ്റിലിംഗ് ആണ് വരുന്നത്. അത് ഒന്ന് മറ്റൊന്നുമായിട്ട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ടോ അങ്ങനെ ഒന്നുമല്ല. എന്നുവെച്ചാൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറവായിരിക്കും. പാർട്ടിക്കിൾസ് ഷേപ്പും സൈസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സെറ്റിലിംഗ് ടൈമിൽ. ഈ സാൻഡ് പാർട്ടിക്കിൾസ് ആണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ സെറ്റിലിംഗ്. രണ്ടാമത് പറയുന്നത് ഫ്ലൊക്കുലൻറ്റ് സെറ്റിലിംഗ് ആണ്. പാർട്ടിക്കിൾസ് ഒന്ന് മറ്റൊന്നുമായിട്ട് സ്റ്റിക്ക് ചെയ്ത പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഒരു ലാർജർ ഫ്ലോക്സ് ആയിരിക്കും ഈ സെറ്റിലിംഗ് നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. സെറ്റിലിംഗ് ഒക്കെ ഫാസ്റ്റായിട്ടായിരിക്കും നടക്കുന്നത്. പാർട്ടിക്കിൾസ് തമ്മിൽ കൊഹഷനും അഡ്ഹഷനും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഈ ഫ്ലോക്കുലൻ്റ് സെറ്റിലിംഗിൽ. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആൻഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. അടുത്ത് പറയുന്നത് അധികം ഫെമിലിയർ അല്ല, ഹിൻഡേർഡ് സെറ്റിലിംഗ്. നിങ്ങൾ ഓരോ ആൾക്കാരും ഓരോ ടെസ്റ്റ് റെഫർ ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പോൾ ടെസ്റ്റിൽ വ്യത്യാസം കാണും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറയുന്നത് മെയിനായിട്ടുള്ള കുറച്ച് സെറ്റിലിംഗ് ആണ്. പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പം ഒന്ന് മറ്റൊന്നുമായിട്ട് ആ ഒരു സെറ്റിലിംഗ് വെലോസിറ്റിയുടെ ബേസിസിൽ നമ്മൾ പറയുന്നതാണ് ഹിൻഡേർഡ് സെറ്റിലിംഗ്. കാരണം ഓൾറെഡി സെറ്റിലിംഗ് വെലോസിറ്റി അവിടെ കുറവായിരിക്കും.
ഇവിടെ ഒരു ഹൈ പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷനാണ് ഈ സെറ്റിലിംഗ് പ്രോസസ്സിൽ നടക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്ന ഹൈ കോൺസെൻട്രേഷൻ സസ്പെൻഷനാണ്. അടുത്ത 4ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കംപ്രഷൻ സെറ്റിലിംഗ്. കംപ്രഷൻ സെറ്റിലിംഗ് എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിൽ കംപ്രസ്ഡ് ആയിരിക്കും, ഒരു ഡെൻസ് സ്ലഡ്ജാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്ലഡ്ജിൽ നിന്ന് വാട്ടർ സ്ക്യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ അതിൻ്റെ വോളിയം കുറയും സ്ലഡ്ജിൻ്റെ. എക്സാമ്പിൾ പറയുന്നത് ഈ സ്ലഡ്ജ് ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ സൈറ്റ് ഫോർ എ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ? വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ സൈറ്റ് സെലക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലി എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് നമ്മളവിടെ നോക്കണം, ഓപ്പറേഷണൽ ഫാക്ടേഴ്സ് നോക്കണം, അതുപോലെ തന്നെ ജിയോളജിക്കൽ കണ്ടീഷൻസ് നോക്കേണ്ടി വരും. അപ്പോൾ അതിൽ മെയിനായിട്ട് 4 മാർക്കേ ഉള്ളൂ, അപ്പോൾ 4 മാർക്കിനനുസരിച്ച് എഴുതിയാൽ മതിയാവും. നമ്മൾ റെസിഡൻഷ്യൽ ഏരിയ നമ്മളൊന്ന് നോക്കിയിരിക്കണം. ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഒരു സേഫ് ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കണം റെസിഡൻഷ്യൽ ഏരിയയൊക്കെ വരേണ്ടത്. അതുപോലെ തന്നെ ഈ അവിടുത്തെ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് നമ്മൾ നോക്കിയിരിക്കണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അവിടുത്തെ റെസിഡൻഷ്യൽ ഏരിയ അത്യാവശ്യം മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് മാറിയിട്ടാവണം. അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്നറിയണം. അവിടുത്തെ വിൻഡ് ഡയറക്ഷൻസ് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആക്സസ് ഉണ്ടോ, അതുപോലെ യൂട്ടിലിറ്റീസ് അവൈലബിൾ ആണോ, ലാൻഡ് അവൈലബിലിറ്റി എങ്ങനെയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ജിയോളജിക്കലി നോക്കുന്ന സമയത്ത് അവിടുത്തെ ടോപ്പോഗ്രഫി നമ്മൾ അറിഞ്ഞിരിക്കണം, സോയിലിൻ്റെ കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അവിടെ എടുക്കുന്ന ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഡെപ്ത് അറിഞ്ഞിരിക്കണം, സ്ലോപ്പും എലിവേഷനും അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് പ്രഷർ ഫിൽറ്റർ വിത്ത് നീഡ് സ്കെച്ച്. ഇത് മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രഷർ ഫിൽറ്റർ എന്താണെന്നും അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ നീഡ് സ്കെച്ച് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹാർഡി ക്രോസ് മെത്തേഡ് ഫോർ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അനാലിസിസ്. ഇതിപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ കിട്ടിയില്ല എങ്കിലും പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ മതി. ഹാർഡി ക്രോസ് ഈക്വലൻ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ് രണ്ടും രണ്ടായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമാണ് ഹാർഡി ക്രോസ് ആൻഡ് ഈക്വലൻ്റ് പൈപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും പ്രീവിയസ് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നത് എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ആൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വിത്ത് എ നീഡ് സ്കെച്ച്. അപ്പോൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൻ്റെ കാര്യം, വേസ്റ്റ് വാട്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വേസ്റ്റ് വാട്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സ്കെച്ചസ് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മിക്കതിൻ്റെയും സ്കെച്ചസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സിമ്പിളായിട്ട് ഇതാണ് ഫിഗർ കാണിക്കുന്നത്. ഈ ഒരു ഫിഗറാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതേ സാധനം തന്നെ ഞാൻ അല്ലാതെ വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സസ്പെൻഡഡ് കൾച്ചറൽ സിസ്റ്റമാണ്. ഓക്കെ, സസ്പെൻഡഡ് കൾച്ചറൽ സിസ്റ്റം വെച്ചിട്ടാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ മൈക്രോബ്സ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഈ മൈക്രോബ്സിൻ്റെ ഫുഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സസ്പെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ വരുന്നത്. സിമ്പിളായിട്ട് ഫിഗർ വരയ്ക്കാനാണെങ്കിൽ ആദ്യം ഒരു പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട്. ആ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിലോട്ട് എന്ത് വരുന്നുണ്ട്? റോ സീവേജ് വരുന്നുണ്ട്, അല്ലെങ്കിൽ റോ വേസ്റ്റ് വാട്ടർ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു 1.5 to 2 hours ആ ഒരു വാട്ടർ അവിടെ സെറ്റിലിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ടൈം കൊടുക്കും. സോ അവിടെ നിന്ന് സെറ്റിലിംഗ് ആവും. ഈ ടൈം കൊണ്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് സെറ്റിലിംഗ് ആവും. അതിനുശേഷം നമ്മൾ എയറേഷൻ ടാങ്കിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം നമ്മൾ കൊണ്ടുപോകുന്നത് എയറേഷൻ ടാങ്കിലോട്ടാണ്. അപ്പോൾ എയറേഷൻ ടാങ്കിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എയറേഷനാണ്, ഓക്സിജൻ്റെ എമൗണ്ടൊക്കെ നമുക്ക് അവിടെ അത്യാവശ്യം കാണും. അപ്പോൾ എയറേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. അതൊരു 4 to 8 hours വരെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ അതിനുശേഷം നമ്മൾ അടുത്തൊരു ടാങ്കിൽ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക്. ഈ സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്കിനെ തന്നെ നമ്മൾ സെക്കൻഡറി ക്ലാരിഫയർ എന്നൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റിലിംഗ് ടാങ്കിൽ കുറച്ച് ലാസ്റ്റ് ഇവിടെ ഈ ഒരു പോർഷനിലാണ് സ്ലഡ്ജ് അടിഞ്ഞുകൂടുന്നത്. എന്ന് വെച്ചാൽ ഈ 2 പ്രോസസ്സിന് ശേഷം വരുന്നത് വാട്ടറിലുള്ള സ്ലഡ്ജസ് അടിഞ്ഞുകൂടുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്ലഡ്ജ് ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഈ സ്ലഡ്ജസ് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യാനായിട്ടൊക്കെ എടുക്കാറുണ്ട്. ഇതിൻ്റെയും ടൈം എന്ന് പറയുന്നത് 1.5 to 2 hours ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫിഗർ വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ വരച്ചാലും മതി. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കുന്ന ഫിഗർ എങ്ങനെയാണ്? പ്രൈമറി പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി സെറ്റിലിംഗ് ടാങ്കാണ്.
ഇതാണ് പ്രൈമറി സെറ്റിലിംഗ് ടാങ്ക്. ഈ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിൻ്റെ ടൈം എത്രയാണ് ഞാൻ പറഞ്ഞത്? 1.5 to 2 hours. അതിൽ നിന്ന് എയറേഷൻ ടാങ്കിലോട്ട് പോകുന്നുണ്ട്. എയറേഷൻ 4 to 8 hours. അതിനുശേഷം പോകുന്നത് സെക്കൻഡറി ക്ലാരിഫയർ ആണ്. അതിൻ്റെ ടൈം 1.5 to 2 hours. ഇവിടെയാണ് സ്ലഡ്ജ് ഡെപ്പോസിഷൻ നടക്കുന്നത്. ഈ സ്ലഡ്ജിനെ നമ്മൾ നേരെ വീണ്ടും കൊണ്ടുപോയി എന്ത് ചെയ്യുന്നുണ്ട്? റീയൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പിൾ ചോദിച്ചാൽ സസ്പെൻഡഡ് കൾച്ചറൽ സിസ്റ്റമാണ്. മൈക്രോബ്സും ഫുഡ്സും ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റോ വാട്ടർ നമ്മൾ പ്രൈമറി സെറ്റിലിംഗ് ടാങ്കിലോട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് എയറേഷൻ ടാങ്കിലോട്ട് പിന്നെ സെക്കൻഡറി ക്ലാരിഫയറിലോട്ടുമാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ സെറ്റിലിംഗ് സ്ലഡ്ജ് എന്ന് പറയുന്നത് ഇൻ സെക്കൻഡറി സെറ്റിലിംഗ് ടാങ്ക്സ് ഓർ സെക്കൻഡറി ക്ലാരിഫയേഴ്സ് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുമ്പം എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിയൂസിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഈ സ്ലഡ്ജിലെന്ന് പറയുമ്പോൾ അറിയാം ബൾക്കിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നോർമലി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സ്ലഡ്ജിൽ. അതുപോലെ ഇതിന് വേണമെങ്കിൽ റെമഡിയൽ മെഷേഴ്സൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇൻഡസ്ട്രിയൽ സീവേജ് എലിമിനേറ്റ് ചെയ്യാം, ക്ലോറിനേഷൻ നടത്താം, എയറേഷൻ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ pH ലൈം ആഡ് ചെയ്യുമ്പോൾ pH റൈസ് ചെയ്യുന്നതൊക്കെ വഴി നമുക്കിതൊരു റെമഡിയൽ മെഷേഴ്സായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, explain the mechanism of functioning of a trickling filter plant with a neat sketch and also explain its advantages and disadvantages. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ട്രിക്ലിംഗ് ഫിൽറ്റർ എന്തെന്നാണ്. ട്രിക്ലിംഗ് ഫിൽറ്ററിനെ തന്നെ നമ്മൾ പെർക്കുലേറ്റിംഗ് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലിംഗ് ഫിൽറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ ഒരു ഫിൽറ്റർ മീഡിയ ഉണ്ടാവും. അതുപോലെ തന്നെ ഓവർ വിച്ച് ദ സീവേജ് ഈസ് അലൗഡ് ടു സ്പ്രിങ്കിൾ ചെയ്യാനാണ് അലോ ചെയ്യുന്നത് ഓർ ട്രിക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഡൗൺ ബൈ മീൻസ് ഓഫ് സ്പ്രേ നോസിൽസ് ഓർ റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ആൻഡ് പെർക്കുലേറ്റിംഗ് സീവേജ് ഇസ് കളക്റ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദ ടാങ്ക്. ഈ പെർക്കുലേറ്റ് ചെയ്ത സീവേജ് ടാങ്കിൻ്റെ ബോട്ടത്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോട്ടത്തിൽ ഒരു അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതിയാവും. ആ സ്പ്രിങ്കിൾ ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഈ ഓർഗാനിക് മാറ്റേഴ്സിൻ്റെ ഡീകമ്പോസിഷൻ അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ, സീവേജിൻ്റെ പ്യൂരിഫിക്കേഷൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. മൈക്രോ ഓർഗാനിസവും ബാക്ടീരിയയും വഴിയാണ് ഈ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളും ഫിൽറ്റർ മീഡിയയിൽ നടക്കുന്നത്. ഇതാണ് ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം ആണ്. അറ്റാച്ച്ഡ് ഗ്രോത്ത് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഹൈലി പെർമിബിൾ ആയിട്ടുള്ള ഒരു മീഡിയ ഉണ്ട്. നോർമലി അതിൻ്റെ തിക്നെസ് പറയുന്നത് 25 to 100 mm ആണ് പറയുന്നത്. അതിലെന്ന് വെച്ചാൽ മൈക്രോബ്സ് ആയിരിക്കും ആ ഒരു ഫിൽറ്റർ മീഡിയയിൽ അല്ലെങ്കിൽ ആ ഒരു ബെഡിൽ നമ്മൾ മൈക്രോബ്സിനെ ആയിരിക്കും അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ മൈക്രോബ്സ് എന്ന് പറയുമ്പം അവിടെ വളർന്നൊരു ബയോഫിലിം ഒക്കെ പാർട്ടിക്കിൾസിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് അവിടെ പ്യൂരിഫിക്കേഷനൊക്കെ നടക്കുന്നത്. നോർമലി ഫിൽറ്റർ മീഡിയ ആയിട്ട് നമ്മൾ ബ്രോക്കൺ ബ്രിക്സും സ്റ്റോൺസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ഫിഗറാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഒന്നുകൂടെ പറയുന്നത്. ഓർഗാനിക് മാറ്റേഴ്സ് ഫ്രം സീവേജ് എഫ്ലുവൻറ്റ് ഈസ് അബ്സോർബ്ഡ് ഇൻ ദ ബയോളജിക്കൽ ഫിലിം formed around filter media. Organic matters is degraded by the anaerobic bacteria. Thickness of slime layers increases as the microorganisms grow. Diffused oxygen is consumed by upper portion of the slime layers, causing anaerobic conditions near surface of filter media. As the thickness of slimes layers increases, adsorbed organic matters is metabolized before it can reach the microorganisms near media phase. Shortage of oxygen, bacteria enter endogenous phase of growth, loss ability of clings to the media surface. And next point, liquid sewage exerts shearing action to the detached slimes layers and breaking the biological mass. ജസ്റ്റ് ഇതൊന്നും ഞാൻ വായിച്ച് തന്നേ ഉള്ളൂ. നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എഴുതുക. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞാൽ അത് ഇത്രയും പോയിൻറ്റ്സ് ആണ്. ഇനി ഇതിൽ ട്രിക്ലിംഗ് ഫിൽറ്ററിന് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറയുന്നുണ്ട്. ഇൻ്റർമീഡിയൻ്റ് ഉണ്ട്, അതുപോലെ കോണ്ടാക്റ്റ് ബെഡ്, ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ, ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ടൈപ്സിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതിൽ ഒരു കാര്യം അഡ്വാൻറ്റേജസ് ആണ്. അതുപോലെ തന്നെ നീറ്റ് സ്കെച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കെച്ചും ഒന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻറ്റേജസും നോക്കാം. അതുപോലെ തന്നെ ഓപ്പറേഷൻസും ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും റെക്ടാങ്കുലറും സർക്കുലറും മെയിനായിട്ട് പറയുന്നുണ്ട്. അത് റെക്ടാങ്കുലർ എന്ന് പറയുമ്പം നെറ്റ്വർക്ക് പൈപ്സിംഗ് സിസ്റ്റമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹാവ് ഫിക്സഡ് നോസിൽസ് വിത്ത് സ്പ്രേ ഇൻകമിംഗ് സീവേജ് ഇൻ ടു ദി എയർ വിച്ച് ദെൻ ഫോൾസ് ഓവർ ദി ബെഡ് ഓഫ് ഫിൽറ്റർ അണ്ടർ ഗ്രാവിറ്റി. ആൻഡ് സർക്കുലർ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് വിത്ത് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹാവിംഗ് എ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ആംസ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റോട്ടേറ്റ് അറൗണ്ട് എ സെൻട്രൽ സപ്പോർട്ട്. ആൻഡ് റെറ്റിക്കുലേഷൻ ഇംപ്രൂവ്സ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ഓഫ് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പം റീസർക്കുലേഷൻ അലോസ് കണ്ടിന്യൂസ് ഡോസിംഗ് ഓഫ് ഫിൽറ്റേഴ്സ് ഇറസ്പെക്റ്റീവ്
irrespective of fluctuations in flow. Recirculation equalizes and reduces loading, thereby increasing efficiency of filter. Recirculation provides longer contact of applied sewage with the bacterial film on the contact media, thereby seeding it with bacteria and accelerating the biological oxidation process, and the influent remains fresh all the time and also help in reducing odor. Fly nuisance is comparatively less. ഫിഗേഴ്സ് ഒന്നുകൂടെ നോക്കുക, ഒന്ന് സ്ക്രീൻഷോട്ടെങ്കിലും എടുത്ത് വയ്ക്കുക. ഫിഗേഴ്സ് മെയിനായിട്ട് എല്ലാത്തിൻ്റെയും ഫിഗേഴ്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈപ്സ് കൂടെ എഴുതാം. ഇൻ്റർമീഡിയൻറ്റ് ടൈപ്പിനെ കുറിച്ച് ഇപ്പോൾ പറയുവാണെങ്കിൽ നമ്മുടെ ട്യൂബർക്ലോസിസ് ഹോസ്പിറ്റൽസിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റർമീഡിയൻറ്റ് ടൈപ്പ് ഫിൽറ്ററാണ്. ആ ഇൻ്റർമീഡിയൻറ്റ് ടൈപ്പ് ഫിൽറ്ററിൻ്റെ എഫിഷ്യൻസി ഒരു 90 to 95% ആണ് വരുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു ടൈപ്പ് പറയുന്നതെന്ന് പറയുമ്പോൾ കോണ്ടാക്റ്റ് ബെഡാണ്. കോണ്ടാക്റ്റ് ബെഡ് എന്ന് പറയുമ്പം ബ്രോക്കൺ ബ്രിക്ക്, ഗ്രാവൽ, സ്റ്റോൺസ് ഇതൊക്കെ ആയിരിക്കും ഫിൽറ്റർ മീഡിയയിൽ യൂസ് ചെയ്യുന്നത്. ഒരു 60 to 75% എഫിഷ്യൻസിയാണ് വരുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററാണ്. ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ഇതെന്ന് പറയുമ്പോൾ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ട്രിക്ലിംഗ് ഫിൽറ്ററാണ്. ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 75 to 80% ആണ്. ഒരു മീഡിയം ടൗൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊക്കെ, സിറ്റിയിലുള്ള ഇൻഡസ്ട്രീസിലൊക്കെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററാണ് ലോ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററാണ്. ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എഫിഷ്യൻസി കൂടുതലാണ്. അതുപോലെ തന്നെ റീസർക്കുലേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ പറ്റും. BODയുടെ എഫിഷ്യൻസി ഒരു 80 to 95% ആണ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓപ്പറേഷൻസ് ആണ് വരുന്നത്. സിമ്പിൾ ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ മെയിൻ്റനൻസും സിമ്പിളാണ്. സിമ്പിൾ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്ന ലോ എനർജി കൺസപ്ഷനാണ്. ലോ എനർജി കൺസപ്ഷനാണ് വരുന്നത്. ലോ എനർജി കൺസപ്ഷൻ. അതുപോലെ മൂന്നാമത് പറയുന്ന എഫക്റ്റീവ് ഫോർ സ്മോൾ ടു മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ്. എഫക്റ്റീവ് ഫോർ സ്മോൾ ടു മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ്. നിങ്ങളൊന്ന് പറയുന്ന അനുസരിച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക. എഫക്റ്റീവ് ഫോർ സ്മോൾ ടു മീഡിയം സൈസ്ഡ് പ്ലാന്റ്. ആൻഡ് അതിൻ്റെ ലോഡ്സ് ഒരു മെയിൻ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. ഷോക്ക് ലോഡ്സ് ആണ് വരുന്നത്. അതുപോലെ ലോ സ്ലഡ്ജ് പ്രൊഡക്ഷനാണ്. സ്ലഡ്ജ് അങ്ങനെ അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ലോ സ്ലഡ്ജ് പ്രൊഡക്ഷൻ. ഓക്കെ, മെയിൻ ഇത്രയുമാണ് അതിൻ്റെ അഡ്വാൻറ്റേജസിൽ പറഞ്ഞ്. അടുത്ത ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലാർജ് ഏരിയ ആവശ്യമുണ്ട്. ലാർജ് ലാൻഡ് ഏരിയ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഓഡേഴ്സും നോയ്സൻസും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഒരു ലിമിറ്റഡ് ആണ് ഫ്ലെക്സിബിലിറ്റി. അതുപോലെ തന്നെ പൊല്യൂട്ടൻ്റ് എല്ലാം റിമൂവ് ആയും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനും ഒരു ലിമിറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസിൽ വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. 14 മാർക്കിനാണ്. ട്രിക്ലിംഗ് ഫിൽറ്ററും 14 മാർക്കിനാണ്. അപ്പോൾ 14 മാർക്ക് എന്ന് പറയുമ്പോൾ മാക്സിമം എല്ലാം കവർ ചെയ്ത് എഴുതാൻ ശ്രമിക്കാം. അടുത്ത് പറയുന്നത് വർക്കിംഗ് ഓഫ് ആൻ അപ്ഫ്ലോ എനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് റിയാക്ടർ വിത്ത് നീറ്റ് സ്കെച്ച്. അതിൻ്റെയും സ്കെച്ച് പറയുന്നുണ്ട്. ഇതാണ് അപ്ഫ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന UASB റിയാക്ടർ. ഫിഗർ ഇതാണ്, ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇതിൽ വേസ്റ്റ് വാട്ടർ ഫ്ലോ ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷൻസിലായിരിക്കും, എന്ന് വെച്ചാൽ അപ്വേർഡ് ലെയേഴ്സിലായിട്ടായിരിക്കും അത് ഫ്ലോ ചെയ്യുന്നത്. അത് ഇവിടെയും വളരെ ആക്റ്റീവായിട്ടുള്ള സ്ലഡ്ജ് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. അനൈറോബിക് ഡൈജഷൻസ് കാരണമാണ് ഇതുണ്ടാവുന്നത്. ഇതിൽ റിയാക്ടേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ടോപ്പ് പോർഷനിലായിരിക്കും ഒരു 3 phase സെപ്പറേഷൻ സിസ്റ്റമാണുള്ളത്. ഗ്യാസ്, ലിക്വിഡ്, സോളിഡ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ സെപ്പറേഷൻ സിസ്റ്റം വരുന്നത്. ഇവിടെ ഒരു ബയോമാസ് നമ്മളൊരു റിയാക്ഷൻ സോൺസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം സെറ്റിലിംഗ് സോണിൽ നിന്ന് റീസർക്കുലേഷൻസ് ഒക്കെ ഡയറക്റ്റ്ലി ചെയ്യണമെങ്കിൽ വേണ്ടിയാണ് നമ്മൾ ആ ബയോമാസ് നമ്മൾ റിയാക്ഷൻ സോൺസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റിയാക്ടേഴ്സ് എന്ന് പറയുമ്പം ഒരു അപ്ഫ്ലോയിങ് ട്രീറ്റ്മെൻറ്റ് ടാങ്ക് പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിലൊരു ഫീഡ് ഇൻലെറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ ടാങ്കിൻ്റെ ബോട്ടം പാർട്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞില്ല, ഒരു ഗ്യാസ്, സോളിഡ്സ്, ലിക്വിഡ് സെപ്പറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് എന്ന് പറയുമ്പം ടോപ്പിൽ നമ്മുടെ ഈ ഒരു ക്യൂസൻ സോണിൽ റിയാക്ടേഴ്സ്, ടോപ്പിലുള്ള റിയാക്ടേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിതിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ
ഇതിൻ്റെ വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പം ബോട്ടത്തിൽ നിന്നായിരിക്കും എൻ്റർ ചെയ്യുന്നത്. അതുപോലെ ഫ്ലോ ചെയ്യുന്നത് സ്ലഡ്ജ് ബെഡിൽ നിന്ന് മുകളിലോട്ടായിരിക്കും. സ്ലഡ്ജ് ബെഡിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, സ്ലഡ്ജ് ബെഡോട് കൂടി തന്നെ ഇത് മുകളിലോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്ലഡ്ജ് ബെഡിലെന്ന് പറയുമ്പോഴത്തേക്കും വെറും ഒരു ബെഡ് അല്ല, അതൊരു മൈക്രോ ഓർഗാനിസംസ് ആണ് അവിടെ വരുന്നത്. അതിൽ വരുന്നത് ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആണ്, കാരണം അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് ഓക്സിജൻ കുറവാണ്. ഈ സ്ലഡ്ജ് ബെഡിലെന്ന് പറയുമ്പം സസ്പെൻഡഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സ് ഈ മേളിലോട്ട് പോകുന്ന സമയത്ത് വേസ്റ്റ് വാട്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം ബെഡിലോട്ട് ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സസ്പെൻഡഡ് സോൾട്ട്സ് ഈ സ്ലഡ്ജ് ബെഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഡിഗ്രഡേഷൻ പ്രോസസ്സ് അനേറോബിക് ബാക്ടീരിയ കാരണം അവിടെ സംഭവിക്കുകയും അവിടെ നിന്ന് മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ബയോഗ്യാസ് എന്ന് പറയുമ്പം എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അനേറോബിക് ഡീകമ്പോസിഷൻ വഴിയും അതിന് ഹെൽപ്പ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ബയോഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി കൂടുന്നുണ്ട്, ഡീകമ്പോസിഷൻ്റെ എഫിഷ്യൻസി കൂടുന്നുണ്ട്. BODയുടെ അളവും സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ അളവും ഒക്കെ വേസ്റ്റ് വാട്ടറിൽ നമുക്ക് കുറയ്ക്കാനും പറ്റുന്നുണ്ട്. ഈ മീഥെയിൻ അല്ലെങ്കിൽ ബയോഗ്യാസ് എന്ന് പറയുന്നത് ടാങ്കിൻ്റെ ടോപ്പിൽ ഒരു ഗ്യാസ് കളക്ടർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിനെ നമുക്ക് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി പിന്നെ ട്രീറ്റ് ചെയ്തിട്ട് ഉള്ള എഫ്ലുവൻറ്റിനെ നമുക്കത് കളക്ട് ചെയ്യുകയും അതിനൊരു റിയാക്ടേഴ്സ് വെച്ച് ഡിസ്ചാർജ് ചെയ്ത് പുറത്തോട്ട് വിടുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇതിലെടുക്കുന്ന സ്ലഡ്ജിനെ നമ്മൾ പീരിയോഡിക്കലി തന്നെ നമുക്കിതിൽ ഷിഫ്റ്റ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. ഇത്രയുമാണ് മെയിനായിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ്ങും ഡീറ്റെയിലിങ്ങിലും വരുന്നത്. അപ്പോൾ 14 മാർക്കിനൊക്കെ ഇത് അത്യാവശ്യം എഴുതാനുണ്ട്, വിത്ത് ഫിഗറൂടെയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചാലോ, പറഞ്ഞ അതേ കാര്യങ്ങളൊന്ന് വായിക്കുന്നതേ ഉള്ളൂ. ദി വേസ്റ്റ് വാട്ടർ ഫ്ലോസ് upward through a layer of very active sludge to cause anaerobic digestion of organic of the wastewater. At the top of the reactors, 3-phase separation between gas, liquid, solids takes place. Any biomass leaving the reaction zone is directly recirculated from the settling zone. The reactor consisting of an upflowing treatment tank provided with a feed inlet distribution system at the tank bottom. A gas solid liquid separators device is provided at the top to the help to provide quiescent zone at the top of the reactor. The wastewater enters the tank from the bottom and flows upward through the sludge bed, which gets formed during the process itself. The sludge bed develops microorganisms capable of flourishing in an oxygen deficient environment. The sludge beds traps the suspended organics of the upmoving wastewater. The suspended solids trapped in the sludge bed and degraded by the anaerobic bacteria producing methane and carbon dioxide. The biomass produced during the anaerobic decomposition helps in providing gentle mixing and stirring of the biomass. This increases the efficiency of decomposition, reducing the BOD and the suspended solids of the wastewater. The methane or biogas is collected at the top of the tank in a gas collector. It can be used as a gas for domestic or industrial use. The treated effluent is collected in gutters and discharging out of the reactor. The sludge is periodically shifted into the drying bed to be used as a soil enricher. ഓക്കെ, ഇത്രയുമാണ്. അപ്പോൾ 14 മാർക്സിന് നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഇനി ഇതിലൊരു 3 പ്രോബ്ലം കൂടെ ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഓറായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിയറി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്കിലും ആ ഒരു പ്രോബ്ലം കൂടെ ഇട്ടേക്കാം. ഒന്ന് സെപ്റ്റിക് ടാങ്കിൻ്റെ ആയിരുന്നു, പിന്നെ ഉള്ളത് റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്റേഴ്സിൻ്റെതും, പിന്നെ ഒന്ന് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോബ്ലം കൂടെ ആയിരുന്നു. നമുക്കത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.